നമസ്തേ. മൂന്നാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാൻഡിംഗ് ആസനയിൽ ത്രികോണാസന, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസനയാണ്. സ്റ്റാൻഡിങ്ങിൽ ത്രികോണാസനയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ട്രയാങ്കിൾ പോസ്. മറ്റൊരു വശത്തോട്ടായിട്ട് നീങ്ങി നിൽക്കുക. 1 ഇൻഹേൽ, കാലുകൾ 1 മീറ്റർ അകത്തി, കൈകൾ രണ്ടും ഷോൾഡർ ലെവലിൽ നീട്ടി വെക്കുക. വലത് കാൽപാദം വലതുവശത്തോട്ട് തിരിച്ചു വെക്കുക. ശരീരം തിരിയരുത്, ഇങ്ങനെ തിരിഞ്ഞു പോകരുത്. ശരീരം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കട്ടെ. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് എക്സേൽ ചെയ്തുകൊണ്ട് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സൈഡിലോട്ടാണ് ബെൻഡ് ചെയ്യേണ്ടത്. മുൻപിലോട്ട് ഇങ്ങനെ ആഞ്ഞു പോകരുത്. ചിലപ്പോൾ കാൽമുട്ട് വരെ നിങ്ങൾക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടെ വെക്കുക. സൈഡിൽ നിങ്ങൾക്ക് ആ സ്ട്രെച്ച് കിട്ടുന്നുണ്ടോ എന്ന് സ്വന്തമായിട്ട് നിരീക്ഷിക്കുക. മേലെ ഉയർത്തി വെച്ചിരിക്കുന്ന കൈയിന്റെ പത്തി മുൻപിലോട്ട് ഫേസ് ചെയ്തിരിക്കട്ടെ. ഇനി സാധിക്കുന്നവര്, കഴുത്തുവേദന ഇല്ലാത്തവര്, ദൃഷ്ടി നേരെ മുകളിലുള്ള കൈയിലോട്ട് നോക്കി സാധാരണ ശ്വസനത്തില് നോർമൽ ബ്രീത്തിങ്ങില് മെയിൻറ്റെയിൻ ചെയ്യുക. 2 കാലിന്റെയും മുട്ടും അടങ്ങരുത്. ഈ രീതിയിൽ 30 സെക്കൻഡ് മെയിൻറ്റെയിൻ ചെയ്യാം. ശേഷം സാവധാനം ഇൻഹേൽ ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. സെയിം തന്നെ എതിർവശം. ഇടത് കാൽ ഇടതുവശത്തോട്ട്, ശരീരം തിരിയാതെ എക്സേൽ ചെയ്തുകൊണ്ട് ഇടത് കൈ ഇടതുവശത്തോടി സൈഡിലോട്ട്. നിങ്ങൾക്ക് വേസ്റ്റ് റീജിയനിൽ സ്ട്രെച്ചിങ് കിട്ടുന്നുണ്ടോ എന്ന് സ്വന്തമായിട്ട് നിരീക്ഷിക്കുക. സാധാരണ ശ്വസനത്തിൽ നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ശേഷം സാവധാനം ഇൻഹേൽ ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. ആൻഡ് എക്സേൽ ചെയ്തുകൊണ്ട് കാലുകൾ ചേർത്ത് വെക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് ത്രികോണാസനയാണ്. സ്റ്റാൻഡിങ് ആസനാസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസന തന്നെയാണ് ത്രികോണാസന. നമ്മുടെ ലോവർ ലിം, നമ്മുടെ ലോവർ ബോഡീനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ത്രികോണാസന. ബാക്ക് പെയിൻ ഉള്ളവർക്ക് വളരെ എഫക്റ്റീവാണ്. സ്പൈനിനെ ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ഫുട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസാണ് ത്രികോണാസന. ഞാൻ പറഞ്ഞതുപോലെ ഓരോ ആസനയിലും ഒരു 30 സെക്കൻഡെങ്കിലും സാധാരണ ശ്വസനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശ്വാസം പിടിച്ച് നിർത്താതിരിക്കുക. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് കാണാം. നമസ്തേ.